നമുക്കിന്ന് ആന്ധ്ര സ്റ്റൈൽ കൊഞ്ച് കറി വയ്ക്കാവേ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഒരു 4 സവോള നൈസായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. മീൻചട്ടി ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ അല്ലേ, സൺഫ്ലവർ ഓയിലാണ്. കാരണം ഇത് ആന്ധ്ര സ്റ്റൈൽ കറിയാണല്ലോ, അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. സവോള ഇട്ട് കൊടുക്കാം. സവോള വഴന്ന് വരുമ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളക് ഒക്കെ നല്ലോണം വഴറ്റി കൊടുക്കാം. സവോളയിൽ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ച മണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ച മണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനത് 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരണം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തായിരുന്നേ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകരുത്. സിമ്മിലിട്ടിട്ട് വേണം വഴറ്റാൻ. കൊഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാതെ, അതായത് 1/2 കിലോ കൊഞ്ച് ക്ലീൻ ചെയ്ത് എടുത്തതാണ്. അതിപ്പം ഒരു 1/4 കിലോ കാണും. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കാം. നമ്മുടെ കൊഞ്ച് കറി അങ്ങനെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കൊഞ്ച് കറി റെഡിയായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ടേ. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം.